സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമാണ് ഭൂമി. വൈവിധ്യമാർന്ന ജീവജാലങ്ങള്, കണ്ടൽ കാടുകൾ, നദികള്, സമുദ്രം തുടങ്ങിയവ ഭൂമിയുടെ ആവാസവ്യവസ്ഥയെ പരസ്പര പൂരകമാക്കുന്നു. എന്നാല് ഇന്ന് മനുഷ്യന്റെ മാറുന്ന ജീവിതരീതി ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ടോ? 1972 യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം UNEP പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചുവരുന്നു. ഇന്നേക്ക് 53 വർഷം പിന്നിടുമ്പോൾ പരിസ്ഥിതിയുടെ അവസ്ഥ വളരെ ശോചനീയമായി തന്നെ നീങ്ങുന്നു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലും യന്ത്രവൽക്കരണവും നമ്മുടെ ആവാസവ്യവസ്ഥയുടെ കാലചക്രത്തെ തകരാറിലാക്കി. ഇന്ന് പ്രകൃതി നേരിടുന്ന കാലവർഷക്കെടുതികൾക്കും മാറി മാറി വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണം മനുഷ്യനാണെന്ന് മൗനമായി സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന് ഉപയോഗിച്ച് പ്രകൃതിയിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഓരോ വസ്തുവും നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം 1800കളോട് തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ 1907 അമേരിക്കൻ കെമിസ്റ്റിന്റെ ആയ ലിയോബാക് ലാൻഡാണ് വാണിജ്യമായി പൂർണ്ണ രൂപത്തിലുള്ള ഒരു സിന്തറ്റിക് പ്ലാസ്റ്റിക് വിപണിയിൽ ഇറക്കിയത്. തുടർന്ന് പ്ലാസ്റ്റിക്കിന്റെ പ്രചാരവും ഉപയോഗവും വർദ്ധിച്ചതോടുകൂടി ഓരോ വർഷവും പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവും ഗണ്യമായി ഉയരുന്നു. നാം ഒരിക്കൽ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഭക്ഷണ പൊതികള്, പ്ലാസ്റ്റിക് കുപ്പികള്, ഭക്ഷ്യസാധനങ്ങളുടെ കവറുകള്, പ്ലാസ്റ്റിക് സ്ട്രോകൾ, സിഗരറ്റ് കവറുകള് എന്നിവ അമിതമായി പരിസ്ഥിതിയിലേക്ക് എത്തുന്നതോടെ മണ്ണിൽ ലയിക്കാതെ കാലങ്ങളോളം അടിഞ്ഞുകിടക്കുന്നു. ഇത് കരയിലെയും കടലിലെയും ആവാസ വ്യവസ്ഥയെ ഒരുപോലെ തകരാറിലാക്കുന്നു. 1971 മറൈൻ ബയോളജിസ്റ്റായ എഡ്വേർഡ് കാർപെൻറ്റർ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ഒഴുകി നടക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെത്തുന്നതോടുകൂടിയാണ് ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് മലിനീകരണം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം നിരവധി പഠനങ്ങൾ പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് വന്നു. പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് ലോക സമുദ്രങ്ങളില് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഓരോ വർഷവും 79,000 മെട്രിക് ടൺസ് പ്ലാസ്റ്റിക് പസഫിക് സമുദ്രത്തിൽ എത്തുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. കൂടാതെ ലോകത്ത് ഓരോ വർഷവും 25 മെട്രിക് ടൺസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇതിൽ 50% പ്ലാസ്റ്റിക്കും ഒരു തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്നവയാണ്. ജൈവവസ്തുക്കളാൽ നിർമ്മിതമായ വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഗണ്യമായ വർധനവ് തടയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയില്ലെങ്കിലും അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതുവഴി ഒരു പരിധിവരെ പരിസ്ഥിതിയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവിനെ നിയന്ത്രിക്കാനായി കഴിയും. ഇന്ന് ലോക കണക്കുകൾ അനുസരിച്ച് 10% താഴെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. ഇതിന്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ പ്ലാസ്റ്റിക് മലിനീകരണം തടയാനാകൂ. എന്നാൽ മാത്രമേ പരിസ്ഥിതിയെ ഒരു പരിധിവരെ സംരക്ഷിക്കാനായി കഴിയൂ. ഈ പരിസ്ഥിതി ദിനത്തിൽ ആഗോള വ്യാപകമായി പ്ലാസ്റ്റിക് നിയന്ത്രിക്കുന്നതിന് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിളിന്റെ പ്രാധാന്യം വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ തുടക്കം വലിയ ഒരു അളവുവരെ പ്ലാസ്റ്റിക് കാരണം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തടയാൻ കഴിയും. ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം.